ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്യൂറും പീരീഡിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളും കഴിയുമ്പോൾ അത് നനച്ചു കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പ്രതിപാദിക്കാറുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതിന് തന്നെ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, നീ ഈ നനച്ചു കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടന്റ് ഒക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ദിവസത്തിൽ എത്ര പ്രാവശ്യം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ദിവസമാണ് അത് ഒരു സ്ട്രക്ചർ നനച്ചു കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കാമെന്ന്. അപ്പോൾ ക്യൂറിംഗ് പീരീഡ്സിനെ കുറിച്ചിട്ടും ദിവസത്തിൽ എത്ര ദിവസമാണ് ഒരു സ്ട്രക്ചർ നനച്ചു കൊടുക്കേണ്ടതും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് വിവേക്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഓർഡറിൽ തന്നെ തുടങ്ങാം. ഫൂട്ടിംഗ്, കോളം ആൻഡ് ബീംസ്, പിന്നെ വാൾ, പ്ലാസ്റ്ററിംഗ്, പിന്നെ റൂഫ് എന്നീ ഓർഡറിൽ തന്നെ നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഫൂട്ടിംഗ് എടുക്കാം. ഫൂട്ടിംഗ് ഒരു ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഫൂട്ടിംഗ്. അപ്പോൾ ഈ ഫൂട്ടിംഗ് നമ്മൾ 7 ദിവസം തുടർച്ചയായി നനച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ട്രെഞ്ചൊക്കെ എടുത്തിട്ട് അതിനകത്താണല്ലോ ഫൂട്ടിംഗ് പണിക്കുക. അപ്പോൾ ആ ട്രെഞ്ചിന്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിർത്തി 7 ദിവസം തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിർത്തണം. ബാക്ക് ഫിൽ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ 7 ദിവസം തുടർച്ചയായി വെള്ളം ഫൂട്ടിംഗ് പണി കഴിഞ്ഞാൽ നമ്മൾ കെട്ടി നിർത്തിയിരിക്കും. പിന്നെ നമുക്ക് കോളംസ് ആൻഡ് ബീംസ് വരാം. കോളംസ് ആൻഡ് ബീംസ് നമുക്ക് 14 ദിവസമാണ് തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കേണ്ടത്. ദിവസത്തിൽ 3 പ്രാവശ്യം നനച്ചു കൊടുക്കണം. അപ്പൊ കോളത്തിലൊക്കെ നമ്മൾ ഈ ചണച്ചാക്ക് തുണിയൊക്കെ വിരിച്ച് അത് 3 ദിവസം നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം അതൊക്കെ വെറ്റായിട്ടിരിക്കും. അപ്പൊ തുടർച്ചയായി ഇത് വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടും. 14 ദിവസം 3 നേരം വെച്ചിട്ട് ചണച്ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുറ്റി നമ്മളത് നനച്ചു കൊടുക്കണം. പിന്നെ വരുന്നതാണ് വാൾ, അതായത് ചുമരൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7 ദിവസം തുടർച്ചയായി നനച്ചുകൊണ്ടിരിക്കണം. 7 ദിവസം തുടർച്ചയായി നനച്ചാൽ മാത്രമേ അതിന്റെ ഫുൾ സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം 3 നേരം വെച്ചിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് നനച്ചുകൊണ്ടിരിക്കണം വാൾ. പിന്നെ പ്ലാസ്റ്ററിംഗ് 14 ദിവസം നനച്ചു കൊടുക്കണം എന്നാണ്. 14 ദിവസം ഈ 3 നേരം വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. ഒരു ദിവസം 3 നേരം വെച്ച് 14 ദിവസം പ്ലാസ്റ്ററിംഗ് നനച്ചു കൊടുക്കണം. പിന്നെയാണ് റൂഫ് ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആണ്. ആദ്യം തന്നെ ഇതിന്റെ റൂഫിന്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് നനച്ചു കൊടുക്കണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫിന്റെ മുകളിൽ ചെറിയ ചെറിയ ബണ്ടുകൾ കെട്ടി അതിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് വേണം നമ്മൾ 14 ദിവസം അത് നനച്ചു കൊടുക്കുക. ആ 14 ദിവസം ആ വെള്ളം വറ്റാതെ അതിൽ കെട്ടി നിർത്തി വെക്കണം. എവിടെയെങ്കിലുമൊക്കെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ സ്ട്രക്ചർ വീക്കാവും. അപ്പോൾ നിങ്ങളുടെ ബിൽഡിങ്ങും വീക്കായി പോകും. പിന്നെ ഈ 14 ദിവസം കൊണ്ട് വെറും 90% സ്ട്രെങ്ത് മാത്രമേ ഈ റൂഫിന്റെ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മുഴുവൻ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ 28 ദിവസം വരെ നിങ്ങൾ ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക, നനച്ചു കൊടുക്കണമെന്നാണ്. നമ്മുടെ ഷട്ടറിംഗ് ഒക്കെ ഇളക്കുന്നത് 14 ദിവസത്തിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ 28 ദിവസം നിങ്ങൾക്ക് നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫുൾ സ്ട്രെങ്ത് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്യൂറിംഗ് പീരീഡിന്റെ ഡേറ്റും ടൈംസും ഒക്കെ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.